എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ആർത്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദ്രേഷ്. എല്ലാവരുടെയും ഒരു പ്രശ്നമുണ്ട്, അഡീനിയം പ്ലാന്റിലെ ഫ്ലവർ ആകുന്നില്ല, പ്ലാന്റിന്റെ ഇല കൊഴിഞ്ഞു പോകുന്നു, പൂവ് പൊഴിഞ്ഞു പോകുന്നു എന്നല്ലേ. ഇതിന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മളുടെ ശ്രദ്ധ കുറയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. ഡെയിലി നമ്മൾ അവരെ പോയി നോക്കണം, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ അതിനെ ആക്രമിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിലാണ് നമ്മുടെ പ്ലാന്റില് ഇല കൊഴിച്ചിലും പൂക്കൾ പൂവലും ഒക്കെ ആയിട്ട് നിൽക്കുക. ഞാൻ അങ്ങനെ നോക്കി വന്ന വഴിക്ക് ഞാനൊരു സാധനം കണ്ടുപിടിച്ചു. അത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്താണ്. അതിനെ അകറ്റാൻ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ട് സൈഡ് ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഞാൻ സീഡ് ഇട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇത് പിന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതാണ് നമ്മുടെ അറബിക്കൻ വെറൈറ്റി. അറബിക്കത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോണക്സ് വളരെ വലുതാവും. ഇവിടെ വലിയൊരു അറബിക്ക ഇരിപ്പുണ്ട്, അത്ര വലുതല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊന്നും അല്ലല്ലോ പറഞ്ഞു വന്നതല്ലേ. അപ്പൊ നമ്മുടെ പ്ലാന്റിനെ നമ്മൾ എങ്ങനെ രക്ഷിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതെന്താണ് ഞാൻ പറഞ്ഞു തരാം, കാര്യം എന്താണ്, അത് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും. ഈ നമ്മുടെ ഈ പ്ലാന്റിൽ കാണുന്നുണ്ടോ നിങ്ങൾ, ഒരു മഞ്ഞ കളർ ചെറിയ പൊടിയായിട്ടിരിക്കുന്ന ഒരു സാധനം. നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ അടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എന്തോ പ്രശ്നം വരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ചെറിയ തീരെ നൈസായിട്ടൊരു പൊടി ഉണ്ട് അതില്. അത് വേറൊന്നുമല്ല, മുഞ്ഞ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മുടെ പയറൊക്കെ വളർത്തുന്നവർക്കറിയാം, പയറിലെ കറുത്ത കളറിൽ വരും, നമ്മുടെ അടിയത്തിൽ വരുന്നത് ഈ മഞ്ഞ കളറിലാണ്. ഇത് വന്നാൽ നമ്മുടെ ഇലയും പൂവും ഒക്കെ അതിന്റെ നീരൂറ്റി കുഴിച്ച് മുഴുവൻ നശിപ്പിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് മൊത്തം മുരടിച്ചുണങ്ങി പോയി കഴിയുമ്പോഴേ നമ്മളത് അറിയത്തുള്ളൂ. അതിന്റെ അവസ്ഥ ഞാനിവിടെ കാണിച്ചു തരാം. അതെ, അങ്ങനെ മുഞ്ഞ ബാധിച്ചൊരു പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയല്ലോ. നമ്മുടെ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ പല കീടങ്ങളും നമ്മുടെ പ്ലാന്റിനെ ആക്രമിക്കാൻ വരും. അപ്പോൾ നമ്മൾ അവനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കുക. ഏതെങ്കിലുമൊക്കെ കണ്ടോ? എന്നിട്ട് ചെയ്യുന്ന ഇതൊക്കെ വന്ന് ഇതിനെ നീരൂറ്റി കുടിച്ചാൽ ഇതിന്റെ ഈ ഇലയൊക്കെ അങ്ങ് ഉണങ്ങി കൊഴിഞ്ഞ് വല്ലാണ്ട് രീതിയിലേക്ക് ആയിപ്പോവും, ഈ ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഇങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ ചെടിയിൽ കാണുമ്പോൾ ഞാൻ കൊടുക്കുന്നൊരു സാധനമാണ് അത് ഈ കാണിക്കുന്ന അക്മീറ എന്ന് പറഞ്ഞൊരു മെഡിസിൻ. ഇത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം കൊടുക്കാൻ കേട്ടോ. മുഞ്ഞെന്ന് പറഞ്ഞ സാധനം ഇത് അടിച്ചു കഴിഞ്ഞാൽ രാവിലെ അടിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് എതിലേ പോയെന്ന് നമ്മൾ അറിയില്ല. അത്ര നല്ല എഫക്റ്റീവ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇത് എവിടെയാ വാങ്ങാൻ കിട്ടുന്നത്. നമ്മുടെ വളക്കടകളിലെല്ലാം ഇത് കിട്ടും. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ അക്മീറ എന്നുള്ളതാണ്. അക്മീറ എന്നാണ് ഇതിന്റെ പേര്. ഇത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ പാക്കറ്റ് നമുക്ക് കുറച്ച് ദിവസത്തേന് ഉപയോഗിക്കാൻ കാണും. ഇത് ഒരു പിഞ്ച് എന്ന് പറഞ്ഞ പോലെ ഒരു ശകലം ഒരു പൊടി നമ്മുടെ വെള്ളത്തിൽ കലക്കിയിട്ട് നേരെ ഇതിന്റെ ആ ഇലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് നമ്മുടെ സ്പ്രേയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെയാ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഫുള്ള് പോകും. മഴ മാത്രമല്ല നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്നത്, ഇതുപോലെ മഴ സമയത്താണ് ഇതുപോലെ കീടങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്നത്. അതൊരു കാരണവശാലും മറന്നു പോരുത്. മഴ വന്നു, മഴ പെയ്തു, എന്റെ ചെടി പോയി എന്നല്ല, അതിനകത്താണ് വേറെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ അതിനെ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനത് മിക്സ് ചെയ്യട്ടെ. ഒരു അറബിക്കൻ ചെടിയുണ്ട് ഇവിടെ, ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇത് ആ ചെടിയാണിത് കേട്ടോ. ഇതാണ് നമ്മുടെ അറബിക്കൻ വലിയത് പ്ലാന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഞാൻ നമ്മുടെ സ്പ്രേയിലേക്ക് അതിന്റെ മെഡിസിൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആ ഇലയുടെ മുകളിലേക്ക് മൊത്തം ചെടി മൊത്തം നനയത്തക്ക രീതിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴയല്ലേ അങ്ങനെ കൊടുക്കാവോ എന്ന് വിചാരിക്കരുത്, ഒരു പ്രശ്നവും ഇല്ല. അത് കൊടുത്തില്ലെങ്കിലാണ് നമ്മുടെ ചെടി പോകുന്നത്. ഇപ്പൊ അത് കണ്ടോ, അത് നനഞ്ഞത് ഇതിലൊക്കെ ഉണ്ട്. ഒരെണ്ണത്തെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തമാകും. ഇവിടെ ഒരു മുട്ട നിൽക്കുന്നില്ലേ, അതേലൊക്കെ നമ്മൾ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി എന്നെക്കാളും അറിവുള്ളവർ പറയും അയ്യോ അങ്ങനല്ല, അതൊന്നും ചെയ്യരുതെന്ന്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്താണ് എന്റെ ചെടിയൊക്കെ രക്ഷിക്കുന്നത്. ആ ഒരു മാർഗങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് മൊത്തം ആ പൂവ് അതിലൊരു മുട്ടാണ് കണ്ടോ, ഇലയേക്കാളും മുന്നേ ഫ്ലവറാണ് വരുന്നത്. അപ്പൊ അതെല്ലാം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറുതോ വലുതോ ഒന്നും നോക്കണ്ട, മൊത്തം ഇതുപോലെ
സ്പ്രേ ചെയ്തേക്കുക. ഇതുകൊണ്ട് നമ്മുടെ ചെടി ഒരു കാരണവശാലും നശിച്ചു പോകില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലാന്റിന് കൊടുത്തു നോക്കുക. എന്നിട്ട് ഒരാഴ്ച വെറുതെ ആ പ്ലാന്റിനെ ഒന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ള പ്ലാന്റിലേക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെയ്തത് മൊത്തം എന്റെ പ്ലാന്റിന് നിങ്ങൾ കൊടുക്കുകയാണ്. എനിക്കറിയാം ഇതുകൊണ്ട് യാതൊരു ദൂഷ്യവും ഉണ്ടാകില്ലെന്ന്. ദൂഷ്യമുള്ള ഒരു സാധനം RC ഗാർഡൻ നിങ്ങളിലേക്ക് എത്തിക്കുകയല്ല. നിങ്ങൾക്ക് 100% വിശ്വാസമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അവർ ഇത് ഒക്കെ ഇപ്പൊ തന്നെ ധൈര്യപൂർവ്വം ചെയ്തോളുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിത് മൊത്തം പ്ലാന്റിനും കൊടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. അത് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പം ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളൊന്ന് കമന്റിൽ കൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. യൂട്യൂബ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഓപ്ഷനാണ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. നിങ്ങളെ ഹൈപ്പിൽ എനിക്കൊരു റാങ്കോട് ചെയ്യുക. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.